എന്റെ ദൈവവിളി പ്രോഗ്രാമിന്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് ആഗോള ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി വികാരി ഫാദർ സുനിൽ എബ്രഹാം അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങളാണ്. ഇടുക്കി ജില്ലയിൽ കരുണാപുരം വാസ്തോലി NC എബ്രഹാം മറിയാമ്മ എബ്രഹാം ദമ്പതികളുടെ മകനായി 1974 മെയ് 12 ജനനം. കമ്പൻമേട്ട് NSS ഹൈസ്കൂൾ, മുണ്ടിയേരുമ കല്ലാർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. 1993 സെമിനാരി വിദ്യാർത്ഥിയായി ചേർന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ തുമ്പോൺ ഭദ്രാസനത്തിൽപ്പെട്ട ചന്ദനപ്പള്ളി ആഗോള തീർത്ഥാടന കേന്ദ്രമായ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ വികാരി ഫാദർ സുനിൽ എബ്രഹാം. ഞാൻ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഏറ്റവും അനുഗ്രഹകരമായി ഇപ്പോൾ ഈ ഇടവകയെ ആയിരിക്കാനിടയായി എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. 1974 മെയ് മാസം 12 ഇടുക്കി ജില്ലയിൽ മലയോര മേഖലയിൽ കരുണാപുരം എന്ന സ്ഥലത്താണ് എൻ്റെ ജനനം. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. കർഷക മാതാപിതാക്കൾക്ക് ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം കമ്പംമെട്ട് മെഡോണ LP സ്കൂളിലും കരുണാപുരം NSS ഹൈസ്കൂളിലും മുണ്ടിയേരുമ കല്ലാർ ഹയർ സെക്കൻഡറി സ്കൂളിലും ആയി നടത്തപ്പെട്ടു. കോളേജ് പ്രൈവറ്റായിട്ട് പഠിച്ചു. ഡിഗ്രി പൂർത്തീകരിക്കുന്നതോടനുബന്ധിച്ച് സെമിനാരിയിൽ ചേരുകയും തുടർന്ന് ദൈവാനുഗ്രഹത്താൽ ഇത്രത്തോളം എത്തിച്ചേരുവാൻ ഇടയാവുകയും ചെയ്തു. ഡിഗ്രി പഠന കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ പരിശുദ്ധ ബാബാ തിരുമനസ്, അന്ന് മാത്യൂസ് മാർ സേവേറിയോസ് തിരുമനസാണ് ഇടുക്കി ഭദ്രാസനത്തിൻ്റെ ചുമതല. അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലുകയും സെമിനാരി വിദ്യാഭ്യാസത്തിനുള്ള ആഗ്രഹത്തെപ്പറ്റി പറയുകയും ഒക്കെ ചെയ്തപ്പോൾ ആദ്യം അല്പം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞുവെങ്കിലും വളരെ സന്തോഷത്തോടെ വീണ്ടും അത് അദ്ദേഹം എഴുതുവാനായിട്ട് അനുവദിച്ച് അങ്ങനെ ഇടുക്കി ഭദ്രാസനത്തിൽ നിന്ന് ആദ്യമായി 4 പേരാണ് സെമിനാരി വിദ്യാഭ്യാസത്തിന് ആഗ്രഹിച്ച് ആ വർഷം ആപ്ലിക്കേഷൻ കൊടുത്തത്. അതിൽ ഞാൻ മാത്രമാണ് ടെസ്റ്റ് പാസ്സായതും എനിക്കാണ് അന്ന് അഡ്മിഷൻ ലഭിച്ചതും. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. പൗരോഹിത്യ ജീവിതത്തിലേക്ക് എൻ്റെ പ്രവേശനത്തിന് എപ്പോഴാണ് മനസ്സിൽ മോഹമുദിച്ചത് എന്നത് സത്യത്തിൽ എനിക്ക് ഇപ്പോൾ വെളിപ്പെടുത്തുവാൻ അറിയില്ല. കാരണം എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ഒരാഗ്രഹമാണ് സെമിനാരിയിൽ പഠിക്കുക, വലിയ ശുശ്രൂഷയിലായിരിക്കുക എന്നുള്ളത്. അതിന് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ബാലവാടി, ഇന്നത്തെ അംഗനവാടി എന്ന് പറയുന്ന അന്നത്തെ ബാലവാടിയിൽ പഠിക്കുമ്പോൾ ഏതാണ്ടൊരു 3.5 വയസ്സ് 4 വയസ്സ് പ്രായത്തിൽ അന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ടീച്ചർ, മേരി ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് അന്ന് 28ഓളം കുട്ടികളാണ്. ആ ദിവസം ഞാൻ മറക്കില്ല, അതുകൊണ്ടായിരുന്നു പറയുന്നത്. 28ഓളം കുട്ടികൾ പഠിക്കുന്നു. എല്ലാവരോടും ഓരോരുത്തരോടായിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ ആരായിത്തീരുവാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചു. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. ബിസിനസ്സുകാരനാകണം, ഡോക്ടറാകണം, വക്കീലാകണം, ഇങ്ങനെ പല വിധത്തിലുള്ളതായ അഭിപ്രായങ്ങൾ പറഞ്ഞു. എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ അച്ഛനാകണമെന്ന് പറഞ്ഞു. 3.5 വയസ്സ് മാത്രം പ്രായമാണ്. അപ്പോഴെന്നെ ടീച്ചർ ഒത്തിരി കളിയാക്കി. എനിക്കൊത്തിരി സങ്കടം തോന്നിയൊരു ദിവസമാണ്. അച്ഛൻ എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, എത്ര മക്കളുടെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അന്ന് അല്പം കളിയാക്കി. എൻ്റെ മനസ്സിലത് വേദന നിറഞ്ഞു. ഞാൻ ഒത്തിരി കരയുകയും ചെയ്തു. പക്ഷേ പിന്നീട് അതിനുശേഷം ഞാൻ ആരോടും എനിക്ക് അച്ഛനാകണമെന്ന് ആഗ്രഹം പറഞ്ഞിരുന്നില്ല. പിന്നീട് വീട്ടിൽ പോലും അങ്ങനെ ആഗ്രഹം പറഞ്ഞില്ല. പക്ഷേ ശാന്തമായ മനസ്സിൽ അതിങ്ങനെ ഒരിക്കലും കളയാത്ത ഒരാഗ്രഹമായിട്ട് മുൻപിൽ കിടന്നു. വീട്ടിൽ പുറത്തിറങ്ങി അന്ന് മരച്ചീനി, കപ്പ കൃഷിയൊക്കെ ഉള്ള സമയമാണ്. ഒറ്റയ്ക്ക് ആരുമില്ലാത്തടത്ത് പോയി കപ്പയോടൊക്കെ പ്രസംഗിക്കുകയും അവിടെ കുർബാന ചൊല്ലുകയും ഒക്കെ ചെയ്തത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. ആരും കാണരുത് എന്നാഗ്രഹിച്ച്. അങ്ങനെ മനസ്സിൽ തോന്നിയ ദൈവവിളി അല്ലെങ്കിൽ
വൈദികനാകണമെന്ന ആഗ്രഹം എപ്പോൾ തോന്നി എന്നുള്ളത് പറയാൻ കഴിയാത്ത ഒരു അനുഭവത്തിലാണ് എനിക്കുള്ളത്. ഒരിക്കലും ഒരു ജീവിത അനുഭവത്തിന് ജീവിക്കാൻ വേണ്ടി അച്ഛനായ ആളല്ല, ഞാൻ അച്ഛനാകാൻ വേണ്ടി ജീവിച്ച ആളാണ് എന്നതാണ് എൻ്റെ ജീവിത സാക്ഷ്യം. കുഞ്ഞിലേ മുതൽ ആ ഒരു ആഗ്രഹം മനസ്സിൽ വരികയും അത് ഇങ്ങനെ ഊട്ടി വളർത്തി വിദ്യാഭ്യാസ പൂർത്തീകരണത്തെങ്കിൽ ഇനി എന്താണ് അടുത്ത പ്രോഗ്രാം എന്ന് എൻ്റെ പിതാവ് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം പറയുകയാണ്. അന്ന് എനിക്ക് പിതാവ് വളരെയധികം സന്തോഷത്തോടെ പിന്തുണ നൽകി. ഒന്നേ പറഞ്ഞുള്ളൂ, അങ്ങൊരു ആഗ്രഹമായിട്ട് മുൻപോട്ട് പോകുന്നുവെങ്കിൽ എല്ലാ പിന്തുണയും ഉണ്ടാകും. ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ എല്ലാ ശ്രമവും നടത്തുക. അത് വേണ്ട എന്ന് വെച്ച് തിരിച്ചു വന്നാൽ ഞാൻ ഉൾക്കൊള്ളില്ല എന്ന് മാത്രമാണ് എൻ്റെ പിതാവിനോട് പറഞ്ഞത്. മലയോര കർഷക കുടുംബത്തിൽ ജനിച്ച് പൗരോഹിത്യത്തിന്റെ വയലുകളിൽ അധ്വാനിക്കാൻ തീരുമാനിച്ച ബാല്യകാലം മുതൽ ഇന്നേ നിമിഷം വരെ ക്രിസ്തുവിന്റെ സാക്ഷിയായി പൗരോഹിത്യത്തിന്റെ വയലുകളിൽ ജീവിതം തുടരുകയാണ് ഫാദർ സുനിൽ എബ്രഹാം. മാതാവിൻ്റെ കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന അന്നും ഇന്നും എനിക്ക് പ്രചോദനമാണ്. എൻ്റെ പിതാവ് 2018 ഇഹലോകവാസം വെടിഞ്ഞു. അമ്മ ഇപ്പോഴുമുണ്ട്. അമ്മ എല്ലാ വെള്ളിയാഴ്ച പ്രാർത്ഥനകളിൽ സംബന്ധിക്കുകയും സ്ത്രീ സമാജത്തിൽ പങ്കെടുക്കുകയും വൈകുന്നേരങ്ങളിലിരുന്ന് ആരും കാണാതെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നും അത് കാണുന്ന കാഴ്ചയാണ്. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രചോദനം നൽകിയ ഒരനുഭവമാണ്. അങ്ങനെ ഒരു പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുകയും സെമിനാരി വിദ്യാഭ്യാസ പൂർത്തീകരിക്കുവാൻ തക്കതായ നിലയിൽ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു. എല്ലാ നന്മകളാലും ഇന്നുവരെ നടത്തിയ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ അളവറ്റ കരുണകൾ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത്തരണത്തിൽ ഞാൻ ഓർക്കുകയാണ്. സെമിനാരി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് 3-ാം വർഷം പൂർത്തീകരിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ 1997 മെയ് മാസം 17-ാം തീയതിയാണ് ഞാൻ ഷമ്മാശനാകുന്നത്. എൻ്റെ മാതൃ ഇടവകയായ കരുണാപുരം സെൻറ് തോമസ് ഇടവകയിൽ വെച്ച് ദിവംഗതനായ ബദനി ആശ്രമ അംഗം കൂടിയായ അന്നത്തെ ഇടുക്കി ഭദ്രാസനത്തിന് ചുമതലയുള്ള പൗലോസ് മാർ പക്കോമിയോസ് തിരുമനസ്സുകൊണ്ടാണ് എനിക്ക് ഷമ്മാശ പട്ടം നൽകിയത്. ആ തിരുമേനി എൻ്റെ പിതാവും ഒന്നിച്ച് പഠിച്ചവരാ. എൻ്റെ പിതാവിൻ്റെ സ്വദേശം കോട്ടയം കുറിച്ചി ആണ്. കുറിച്ചി സെൻറ്റ് പീറ്റേഴ്സ് സെൻറ്റ് പോൾസ് ഇടവകയാണ്. അതേ ഇടവകമാണ് പക്കോമിയോസ് തിരുമേനിയും. അവർ രണ്ടുപേരും ഒന്നിച്ചൊരു ബെഞ്ചിൽ നിന്ന് പഠിപ്പിച്ചതും തിരുമേനിയുടെ പിതാവ് ജോൺ സാറ് രണ്ടുപേരെയും പഠിപ്പിച്ചതുമാണ്. ആ ഒരു നല്ല ബന്ധം നിലനിർത്തിയിരുന്ന ഒരു പിതാവാണ് അഭിമന്യ പക്കോമിയോസ് തിരുമേനി. അദ്ദേഹമാണ് എനിക്ക് ഷമ്മാശ പട്ടം നൽകിയത്. വീണ്ടും ഒരു വർഷം സെമിനാരി പഠിക്കുകയും 98 ഏപ്രിൽ മാസത്തിൽ സെമിനാരി വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. തുടർന്ന് ഏതാണ്ട് 1.5 വർഷക്കാലം ഞാൻ അഭിമന്യ പക്കോമിയോസ് തിരുമേനിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അത് ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത്തരണത്തിൽ ഓർക്കുകയാണ്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കേരളത്തിന് പുറത്തുമുള്ള പല ദേവാലയങ്ങളിലും തിരുമനസ്സിനോടൊപ്പം യാത്ര ചെയ്യുവാനും സന്ദർശിക്കുവാനും അനേക മഹത് വ്യക്തികളെ പരിചയപ്പെടുവാനും ഇടയായ ഒരു സന്ദർഭമാണ് അത്. അങ്ങനെ 1.5 വർഷക്കാലം തിരുമേനിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. നവംബർ മാസം 1999 നവംബർ മാസം 15-ാം തീയതി വാഴമുട്ടം മാർ ബർസോമ ഇടവക അംഗമായ കടയ്ക്കത്ത് CG ശാമുവേലിൻ്റെ മകൾ അന്നമ്മ ശാമുവേൽ, റീന, അന്ന് പോസ്റ്റ് ഓഫീസ് ജോലിക്കാരിയാണ്. റീനയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഞങ്ങൾക്ക് 3 കുട്ടികൾ, മൂത്ത 2 പെൺകുട്ടികളും ഇളയത് ആൺകുട്ടിയുമാണ്. മൂത്ത മകൾ ഇപ്പോൾ കാനഡയിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൾ പഠനം പൂർത്തീകരിച്ച് നിൽക്കുന്നു. ജോലിക്കായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇളയ മകൻ ഇപ്പോൾ ഹയർ സെക്കൻഡറി പൂർത്തീകരിച്ച് ബിടെക്കിനുള്ള പ്രവേശന ക്രമീകരണങ്ങളൊക്കെ ചെയ്തു വരുന്നു. ഞാൻ ശുശ്രൂഷിച്ച ദേവാലയങ്ങൾ ആദ്യമായിട്ട് എനിക്ക് ലഭിച്ചത് 3 ദേവാലയങ്ങളാണ്. ഇടുക്കി ഭദ്രാസനത്തിലെ 3 ദേവാലയങ്ങളാണ്. കഞ്ഞിക്കുഴി സെൻറ് തോമസ് ഇടവകയും, കരിമ്പൻ സെൻറ് ജോർജ് ഇടവകയും, ഏലപ്പാറ സെൻറ് മേരീസ് പള്ളി അസിസ്റ്റൻ്റ് വികാരിയായിട്ട്. അങ്ങനെ 3 പള്ളികളിൽ സേവനമനുഷ്ഠിച്ചു. തുടർന്ന് ചേറ്റുകുഴി പള്ളിയിലേക്ക്, ഏലപ്പാറ പള്ളിയിൽ നിന്ന് ചേറ്റുകുഴി പള്ളിയിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു. അതിനുശേഷം അടുത്ത ടേൺ വന്നപ്പോൾ വീണ്ടും കൊച്ചു പള്ളികൾ 3 പള്ളികളായിട്ട് എനിക്ക് ലഭിക്കുകയുണ്ടായി. എന്നാൽ അവിടെ നിന്ന് 11 മാസത്തെ ശുശ്രൂഷയ്ക്ക് പൂർത്തീകരിച്ച്
ഞാൻ തുമ്പോൺ ഭദ്രാസനത്തിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. 2000 മുതൽ 2004 മാർച്ച് മാസം വരെ ഞാൻ ഇടുക്കി ഭദ്രാസനത്തിൽ 4 വർഷത്തെ സേവനം പൂർത്തീകരിച്ച് 2004 മാർച്ച് മാസം 20-ാം തീയതി മുതൽ തേക്കുതോട് സെൻറ് തോമസ് ഓർത്തഡോക്സ് ഇടവകയുടെ ചുമതലയിലേക്ക് എന്നെ നിയോഗിക്കുകയുണ്ടായി. അന്ന് തുമ്പോൺ ഭദ്രാസന മെത്രാപ്പൊലീത്തയായിരുന്ന അഭിവന്യ പീലിപ്പോസ് മാർ യൗസേബിയസ് തിരുമനസ്സുകൊണ്ട് കൽപ്പന തന്ന് എന്നെ തേക്കുതോട് പള്ളിയിലേക്ക് നിയമിച്ചു. തുടർന്ന് തണ്ണിത്തോട് സെൻറ് ആൻ്റണീസ് ഇടവക, കൊടുമൺ സെൻറ് ബെഹനാൻസ് ഇടവക, അതിരിങ്കൽ സെൻറ് ജോർജ് ഇടവക, കൊന്നപ്പാറ സെൻറ് പീറ്റേഴ്സ് ഇടവക, കോട്ടയം സെൻറ് ജോർജ് ഇടവക, മഞ്ചിത്ര മാർ ബസ്ഹാനനിയ ഇടവക, ചെങ്ങറ സെൻറ് ജോർജ് ഇടവക എന്നീ ഇടവകളിലെ ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് ഇപ്പോൾ ആഗോള തീർത്ഥാടന കേന്ദ്രമായ സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി ചന്ദനപ്പള്ളി പള്ളിയുടെ വികാരിയായി 2 വർഷമായി സേവനമനുഷ്ഠിക്കുകയാണ്. ഇത്രയും കാലം വളരെ അനുഗ്രഹകരമായി ദൈവം തമ്പുരാനെ വഴി നടത്തുകയും പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി എന്നാലാവുന്ന വിധത്തിൽ ചെയ്യാൻ കഴിയുന്ന സാധ്യതകൾ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് എന്നുമാണ് എൻ്റെ വിശ്വാസം. ദൈവനീതിക്കനുസരിച്ച്, ദൈവനിയോഗത്തിനനുസരിച്ച് കഴിവുകളോ പ്രാപ്തികളോ ഒന്നുമല്ല ദൈവം നടത്തിയത്, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് നടത്തപ്പെട്ടത് എന്നുള്ള പൂർണ്ണബോധ്യത്തോടുകൂടി ഞാനിപ്പോഴും ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്മരിക്കുക, ദൈവത്തെ സ്തുതിക്കുകയാണ്. 1997 മെയ് 17 ശമ്മാശനായും 2000 ഫെബ്രുവരി 8 പുരോഹിതനായും അന്നത്തെ ഇടുക്കി ഭദ്രാസനാധിപനായിരുന്ന അഭിവന്യ പൗലോസ് മാർ പക്കാമിയോസ് തിരുമേനിയാൽ അഭിഷിക്തനായി. 1993 ഓഗസ്റ്റ് മാസം മുതലാണ് സെമിനാരി വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സെവേറിയസ് തിരുമേനി എനിക്ക് സെമിനാരിയിലേക്കുള്ള അഡ്മിഷനുള്ള കത്ത് നൽകുകയും തുടർന്ന് സെമിനാരി ടെസ്റ്റ് എഴുതി പാസ്സായി അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു. വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ പ്രയാസങ്ങളും എന്നെ ബാധിച്ചിരുന്നു. പക്ഷേ സെമിനാരിയിലെ ചാപ്പൽ എനിക്ക് വലിയൊരു ശക്തിയും പ്രചോദനവുമായി നിലനിന്നു. സങ്കടങ്ങൾ വരുമ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കുവാനും കണ്ണുനീരൊഴുക്കുവാനും പലപ്പോഴും സാധിച്ചു എന്നതും അതിൻ്റെ ഫലമായി ഒത്തിരി ആശ്വാസം കണ്ടെത്തുവാൻ സാധിച്ചു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. സെമിനാരിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു മാന്യ വ്യക്തിത്വമാണ് അഭിവന്യ ജോഷുവ അച്ഛൻ, TJ ജോഷുവ അച്ഛൻ. അച്ഛൻ കുറിച്ചി സ്വദേശി എന്നുള്ള ആ ഒരു ബന്ധം എനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സഹോദര മക്കൾ, എൻ്റെ പാപ്പന്മാർ ചേർന്നാണ് സെമിനാരിയിൽ എന്നെ ചേർക്കുവാനായിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ജോഷുവാച്ചനുമായിട്ടുള്ള ബന്ധം അവിടെ തുടങ്ങി എനിക്ക് പ്രചോദനമായി. ജോഷുവാച്ചനെ ഒരു മകനെ പോലെ കരുതുവാനും സ്വന്തം ദേശക്കാരൻ എന്നുള്ള നിലയിലുള്ള ഒരു പരിഗണന നൽകുവാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത്തരണത്തിൽ ഞാൻ ഓർക്കുകയാണ്. ജോഷുവാച്ചൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ തലകൾ വണക്കുകയാണ്. തുടർന്ന് KM ജോർജച്ചനും ജേക്കബ് കുര്യനച്ചനും ഒക്കെ എനിക്ക് വളരെ പ്രചോദനം തന്ന ഒരു മഹത് വ്യക്തികളാണ്. സെമിനാരിലെ അധ്യാപകരെല്ലാവരും തന്നെ വളരെ അധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഞാൻ ഇത്തരുണത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഒന്നിന് അഭിവന്യ ഒസ്താത്യോസ് തിരുമേനിയുടെ നല്ല ജീവിത മാതൃകകൾ പിന്തുടരുവാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിലും അതെനിക്ക് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുവാൻ സാധിച്ചു. സ്പിരിച്വാലിറ്റി എന്ന വിഷയത്തെപ്പറ്റി വളരെ ചുരുങ്ങിയ ക്ലാസ്സുകളാണ് അഭിവന്യ ഇവാനിയോസ് തിരുമേനി നടത്തിയിട്ടുള്ളത്. ജീവിതത്തിൽ ഒത്തിരി നല്ല ചിന്തകൾ നൽകുവാൻ, ജീവിതത്തെ ഒരുക്കുവാൻ, ക്രമീകരിക്കുവാനായിട്ടത് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നോടൊപ്പം പഠിച്ച സുഹൃത്തുക്കൾ എല്ലാവരും നല്ല വൈദിക ശ്രേഷ്ഠരായിട്ട് ഇപ്പോൾ ആയിരിക്കുന്നു. അവരുടെയൊക്കെ നല്ല നല്ല പ്രവർത്തനങ്ങൾ മാതൃകയാക്കുവാനായിട്ടും അവരെ ഒക്കെയും പിന്തുടരുവാനായിട്ടുമൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ജീവിതത്തിൻ്റെ വഴിത്തിരിവായി തീർന്നിട്ടുള്ള നല്ല അനുഭവങ്ങളാണ്. സെമിനാരി വിദ്യാഭ്യാസത്തിന് ശേഷമുള്ള യാത്രകൾ, പരിചയപ്പെടലുകൾ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമായി തീർന്ന ചിന്തകളാണ്, നല്ല അനുഭവങ്ങളാണ്. ദൈവികമായിരിക്കുന്ന പ്രചോദനത്താൽ, ദൈവികമായിരിക്കുന്ന ചിന്തകളാൽ ഇതുവരെ വഴി നടത്തുവാൻ തമ്പുരാൻ
എന്നെ കൈ പിടിച്ച് നടത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് തമ്പുരാന് വിധേയപ്പെട്ടുകൊണ്ട് തന്നെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ആയിരിക്കുന്നത്. കഴിവുകളില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ, ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു സാധാരണ ഒരു മനുഷ്യൻ, വേണ്ട വിദ്യാഭ്യാസ സാഹചര്യങ്ങളില്ലാത്ത നാട്ടിൽ ജീവിച്ചു വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് എനിക്ക് എപ്പോഴും ആയിട്ടുള്ളത്. അതിൽ നിന്ന് തമ്പുരാൻ കരം പിടിച്ചുയർത്തിയപ്പോൾ ഞാൻ ഇത്രയുമൊക്കെ ആയിത്തീർന്നു എന്നതാണ് യാഥാർത്ഥ്യം. ദൈവത്തിൻ്റെ കരം എന്നുമുണ്ട്. ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ മുഖാമുഖം കാണുവാനായിട്ട് ദർശിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതായ ആ ഒരു വലിയ അനുഭവം കൂടി ഞാൻ ഈ സമയത്ത് പങ്കുവയ്ക്കുകയാണ്. രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇടവകയിലെ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഇടവകയിലുണ്ടായ ബുദ്ധിമുട്ടുകൾ, ഇവയൊക്കെ ഒരു പ്രയാസവും കൂടാതെ എങ്ങനെ തരണം ചെയ്യുമെന്ന് അറിയുവാൻ കഴിയാത്ത നിമിഷങ്ങളിൽ കരം പിടിച്ചുയർത്തിയ ദൈവത്തിൻ്റെ ശക്തി തീർച്ചയായിട്ടും ഇവിടെ ഞാൻ എടുത്ത് പറയേണ്ടതാണ്. ദൈവം ഒത്തിരി വഴി നടത്തി, ദൈവികമായിരിക്കുന്ന സാന്നിധ്യം ഒത്തിരി പരിപാലിച്ചു എന്നത് ഒരിക്കൽ കൂടി ഞാൻ എടുത്ത് പറയുകയാണ്. ആയിരത്തി 1998 മുതൽ 2 വർഷം അഭിവന്യ പൗലോസ് മോർ പക്കാമിയോസ് തിരുമേനിയുടെ സെക്രട്ടറിയായി സേവനം ചെയ്തു. 2000 മുതൽ 2004 വരെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഇടുക്കി ഭദ്രാസനത്തിൽ പുരോഹിതനായി വിവിധ ഇടവകകളിൽ ശുശ്രൂഷ ചെയ്തു. തുടർന്ന് 2000 മുതൽ തുമ്പമൺ ഭദ്രാസനത്തിന് കീഴിൽ നിരവധി ഇടവകകളിൽ വികാരിയായി ശുശ്രൂഷ ചെയ്തു. 2024 മുതൽ ആഗോള ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് തീർത്ഥാടന ദേവാലയത്തിൻ്റെ വികാരിയായി ശുശ്രൂഷ ചെയ്തു വരികയാണ് ഫാദർ സുനിൽ എബ്രഹാം അച്ഛൻ. സെമിനാരി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് 98 ഏപ്രിൽ മാസം മുതൽ അഭിവന്യ പക്കോമീസ് തിരുമേനിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. എൻ്റെ ഇടവക അംഗമായ കുര്യാക്കോസ് ഈപ്പൻ, അന്ന് ഷമ്മാശൻ, ഇപ്പോൾ അച്ഛനാണ്. അദ്ദേഹവും ഞാനും കൂടിയാണ് തിരുമേനിയോടൊപ്പം ഉള്ളത്. ഞങ്ങൾ ഒരാളെപ്പോഴും കൂടെ കാണും. തിരുമേനി വളരെ സരസമായി സംസാരിക്കുകയും ഒരു പിതാവിനെ പോലെ ചേർത്ത് നിർത്തുകയും ചൂണ്ടിക്കാണിക്കേണ്ട തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയുകയും നല്ല ശിക്ഷണം നൽകുകയും ചെയ്ത് നല്ല ഒരു പിതാവിനെ പോലെ കരുതിയ വ്യക്തിത്വമാണ്. ഒത്തിരി നല്ല വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം 2000 ഫെബ്രുവരി മാസം 8-ാം തീയതി അഭിവന്യ പക്കോമീസ് തിരുമേനിയുടെ തൃക്കരങ്ങളാൽ ഞാൻ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഫെബ്രുവരി മാസം 7-ാം തീയതി പൂർണ്ണ ഷമ്മാശനാക്കി. 8-ാം തീയതി എൻ്റെ മാതൃ ഇടവകയായ കരുണാപുരം സെൻറ്റ് തോമസ് ഇടവകയിൽ വെച്ച് അഭിവന്യ തിരുമനസ്സുകൊണ്ട് എനിക്ക് പൗരോഹിത്യ പട്ടം നൽകി എന്നെ സഭയിലെ വൈദികനായിട്ട് ചേർക്കുകയാണ്. മാർച്ച് മാസം മുതൽ ഇടവകയുടെ ശുശ്രൂഷകൾ ആരംഭിച്ചു. അത് ഇന്നുവരെയും വളരെ അനുഗ്രഹകരമായി തുടർന്നു വരുവാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ തുമ്പോൺ ഭദ്രാസനത്തിൽ ആണ് സേവനമനുഷ്ഠിക്കുന്നത്. അഭിവന്യ സെറാഫീൻ തിരുമനസ്സുകൊണ്ട് ഒരു നല്ല ഒരു മകനെ പോലെ, ഒരു സഹോദരനെ പോലെ കരുതുന്നു. തിരുമേനി എൻ്റെ സീനിയറായിട്ട്, ഞാൻ 1-ാം വർഷം സെമിനാരിയിൽ അഡ്മിഷനായിട്ട് ചെല്ലുന്ന സമയത്ത് 4-ാം വർഷം ഷമ്മാശനായിട്ട് പഠിക്കുന്ന ആളായിരുന്നു ഇപ്പോഴത്തെ സെറാഫീൻ തിരുമേനി. അന്നു മുതൽ നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. ഇപ്പോഴും വേണ്ട ശാസനകളും ശിക്ഷണങ്ങളും ഉപദേശങ്ങളും അതിനേക്കാളപ്പുറമായി നല്ല കരുതലും സ്നേഹവും നൽകി കരുതുന്നു എന്നുള്ളതും ഇത്തരുണത്തിൽ പ്രത്യേകമായിട്ട് സ്മരണീയമാണ്. ഞാൻ വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ ഭാര്യ വെള്ളപ്പാറ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററായിട്ട് ജോലി ചെയ്യുകയാണ്. അതിനുശേഷം 2003 ആയപ്പോൾ സഭയുടെ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ജോലി ലഭിച്ചു. എന്നാൽ ഇടുക്കി ജില്ലയിൽ സഭയ്ക്ക് സ്കൂളുകളില്ല എന്നതുകൊണ്ട് ഞാൻ സ്കൂളിൽ ജോലി ലഭിച്ച സന്ദർഭത്തിൽ തുമ്പോൺ ഭദ്രാസനത്തിൽ അന്നത്തെ ടൈറ്റസ് അച്ഛൻ ഭദ്രാസന സെക്രട്ടറി അച്ഛനോടും യൗസേപ്പ് തിരുമേനിയോടും ഒന്ന് പറഞ്ഞിരുന്നു, ഇങ്ങനൊരു വേക്കൻസി വരികയാണെങ്കിൽ എന്നെ ഒന്ന് പരിഗണിക്കാമോ എന്ന് ചോദിച്ചിരുന്നു. അതനുസരിച്ച് തുമ്പോൺ ഭദ്രാസനത്തിൽ വേക്കൻസി വന്നപ്പോൾ ടൈറ്റസ് എന്നെ അറിയിക്കുകയും യൗസേപ്പ് തിരുമേനി അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ എനിക്കിവിടെ നിയമനം ലഭിക്കുകയാണ് ചെയ്തത്.
നിന്നെപ്പോലെ ജീവിക്കുവാൻ വേണ്ടി പുരോഹിത വൃത്തി തിരഞ്ഞെടുത്തതല്ല, പുരോഹിതനാകുവാൻ വേണ്ടി താൻ ജീവിക്കുകയായിരുന്നു എന്നുള്ള സുനിലച്ചൻ്റെ വാക്കുകളിലൂടെ തൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച് കഴിഞ്ഞ 25 വർഷത്തോളമായി പുരോഹിത വേലയിൽ പ്രകാശിക്കുകയാണ് ഫാദർ സുനിൽ എബ്രഹാം അച്ഛൻ. പത്തനംതിട്ട കാതോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അധ്യാപിക റീനയോടും മക്കളോടുമൊപ്പം ചന്ദനപ്പള്ളിക്ക് സമീപം കുടുംബമായി താമസിച്ച് പൗരോഹിത്യ വേലയിൽ ശുശ്രൂഷകൾ തുടരുകയാണ് ഫാദർ സുനിൽ എബ്രഹാം. ഞാൻ 2024 ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതലാണ് ചന്ദനപ്പള്ളി വലിയ പള്ളിയുടെ വികാരിയായി ചുമതലയേൽക്കുന്നത്. ഇപ്പോൾ 2 വർഷം പൂർത്തിയാവുക, ഈ മാസം കഴിയുമ്പോൾ 2 വർഷം പൂർത്തിയാവും. 2 വർഷത്തെ സേവന ചിന്ത നോക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സത്യത്തിൽ ഗീവറി സഹദായുടെ മധ്യസ്ഥത ഒരു വലിയ കരുതലാണ്. ഞാൻ 2024 മെയ് മാസത്തിൽ ഒരു ദിവസം വളരെ അവിചാരിതമായി ദേവാലയത്തിലൊന്ന് എത്തിച്ചേർന്നൊരു സമയം കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കുർബാന ഏതാണ്ട് പകുതി കഴിഞ്ഞ സമയമാണ്. ഞാൻ പെട്ടെന്ന് പോകാൻ വന്നതാണെങ്കിലും ആ സമയത്ത് കുർബാന പൂർത്തീകരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നിടയ്ക്ക് നിന്ന സന്ദർഭത്തിൽ എനിക്കൊരു തോന്നൽ വന്നു, ദൈവമേ, ഈ ദേവാലയത്തിൽ ഇത്രയും മനോഹരമായ ഇത്രയും മഹത്തരമായ പരിശുദ്ധ സഹദായുടെ സാന്നിധ്യമുള്ള ഈ ദേവാലയത്തിൽ ഒരു ദിവസം, ഞായറാഴ്ച എന്നുള്ളതല്ല, ഒരു ദിവസം ഈ നടുക്കത്തെ ത്രോണോസിലൊന്ന് കുർബാന ചൊല്ലാൻ അവസരം നൽകണമേ സഹദായെ എന്നൊരു പ്രാർത്ഥന ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്നത് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തു. എനിക്കെൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, ഒന്ന് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ സാധാരണഗതിയിൽ എനിക്ക് ഒരിക്കലും ആഗ്രഹിക്കാത്തതാണ്, പക്ഷേ ഞാനിങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജൂലൈ മാസം 3-ാം തീയതി കൽപ്പന ലഭിക്കുമ്പോൾ ചന്ദനപ്പള്ളിയിലെ വികാരി എന്നുള്ള നിലയിൽ എനിക്ക് കൽപ്പന ലഭിക്കുകയാണ്. ഏതാണ്ട് മെയ് മാസം 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് കൽപ്പന ലഭിക്കുന്നത്. അതൊരു വലിയ സഹദായുടെ വലിയൊരു മധ്യസ്ഥതയായിട്ടും സഹദായുടെ വലിയൊരു സാന്നിധ്യമായിട്ടും സഹദ എനിക്ക് വിളിച്ചു നൽകിയെന്നുള്ളതായ ഒരു ചിന്തയുമാണ് എനിക്കുള്ളത്. പ്രത്യേകിച്ച് പരിശുദ്ധ ഗീവറി സഹദായുടെ പ്രത്യേകമായ സാന്നിധ്യമുള്ള ഒരു ദേവാലയമാണ്. അതുകൊണ്ട് തന്നെ ആ വിളിച്ചു നൽകി എന്ന ചിന്ത കൊണ്ട് തന്നെ വളരെ ഭയത്തോടും വളരെ ഭക്തിയോടും ആണ് ഞാൻ ഈ ദേവാലയത്തിൻ്റെ ചുമതല ഏറ്റെടുത്തത്. ഇന്ന് വരെ ആ ഒരു ഭക്തിയും ആ ഒരു ഭയവും മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. ഇടവജനങ്ങളെല്ലാവരും എന്നോട് വളരെ സ്നേഹത്തോടും വളരെ സാഹോദര്യത്തോടും ഇടപെടുവാൻ സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷകരമായ അനുഭവമാണ്. ഇടവകയിൽ ഇപ്പോൾ വന്നതിന് ശേഷം കുറേ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ടൊക്കെ സാധിച്ചു. പെരുന്നാളിൻ്റെ ക്രമീകരണങ്ങളിൽ സജീവമായി പങ്കാളിയാകുവാനായിട്ട് 2 വർഷം സാധിച്ചു. പ്രത്യേകിച്ച് കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, മുണ്ടത്തിക്കോട് വെടിക്കെട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ബാബാതിരുമനസ് ആഹ്വാനം ചെയ്ത പ്രകാരം ദേവാലയത്തിലെ വെടിക്കെട്ടും ആഘോഷങ്ങൾ ഒഴിവാക്കണമെന്ന ആഹ്വാനപ്രകാരം മലങ്കര സഭയിലെ ദേവാലയത്തിൽ ആദ്യമായിട്ട് ആ ആഹ്വാനം ഏറ്റെടുത്തത് ഈ ദേവാലയമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഭവനം നിർമ്മിച്ച് നൽകുന്നതിൻ്റെ സമർപ്പണം ഈ ആഴ്ച നടക്കുകയാണ്. അതിന് നേതൃത്വം നൽകുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. ദേവാലയത്തിൻ്റെ അകവശവും പുറവശവും ഇവിടെ മനോഹരമായി പെയിൻറ്റ് ചെയ്ത് ക്രമീകരിക്കുവാൻ തക്കതാ നിലയിൽ അതിന് നേതൃത്വം നൽകുവാൻ സാധിച്ചു എന്നതും തീർച്ചയായിട്ടും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിനേക്കാളൊക്കെ അപ്പുറമായി ആത്മീയമായ കാര്യങ്ങളിലൊക്കെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഈ സഹദായുടെ ഭക്തർക്ക് വേണ്ടതായ കൃപകൾ ലഭിക്കുവാൻ തക്കതായ നിലയിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു അനുഭവമാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ദിവസങ്ങളും മറക്കാത്ത ശുശ്രൂഷകളുമാണ് എന്നതിൽ സംശയമില്ല. തീർച്ചയായിട്ടും പുരോഹിതനാകുവാൻ ഞാൻ ആഗ്രഹിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം എൻ്റെ കുഞ്ഞുനാളിൽ എനിക്ക് ഓർമ്മ വെച്ചതിന് മുമ്പേ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് വൈദികനാകുക എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഞാൻ അംഗനവാടിയിൽ പഠിച്ച അനുഭവത്തെപ്പറ്റി ഇപ്പോഴും ഓർത്തിരിക്കുന്നത്. അന്ന് മുതലുള്ള ചിന്തയാണ്. എന്നാൽ ഇതുകൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാമെന്നൊരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീവിക്കാൻ വേണ്ടി പുരോഹിതനാവുക എന്നുള്ളതല്ല, പുരോഹിതനാകുവാൻ വേണ്ടി ജീവിച്ച ഒരു വ്യക്തിത്വം തന്നെയാണ്. അതെനിക്ക് തൻ്റെ ഇടത്തോടെ പറയുവാനായിട്ട്, അഭിമാനത്തോടെ പറയുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്.
ഇന്ന് വരെ തിരിഞ്ഞു നോക്കേണ്ടതായ ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പ്രതിസന്ധികൾ ഉണ്ട്, അതേത് മേഖലയിലുമുണ്ട്. ആ മേഖലകളിൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധികളൊക്കെ ഈ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രതിസന്ധികളൊന്നും എന്നെ പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കി എന്തിനു പുരോഹിതനായി എന്ന് ചിന്തിക്കുവാൻ ഒരിക്കലും ഇടയായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ പുതിയതായിട്ട് പൗരോഹിത്യ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്ന, വൈദിക ശുശ്രൂഷ ആഗ്രഹിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, പ്രതിസന്ധികളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞ ഒരു വാക്കേ ഉള്ളൂ: നീ ആഗ്രഹിച്ചിറങ്ങി പുറപ്പെട്ടാൽ അതിൻ്റെ പൂർത്തീകരണത്തിൽ ആയിരിക്കാനിടയാവണം, ഇടയ്ക്കിട്ടിട്ട് പോകരുത്. അതെനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയില്ല എന്നൊരു വാക്ക് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിൽ ആയിരിക്കാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അത് ഇന്ന് വരെ എൻ്റെ കഴിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പൂർത്തീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പുരോഹിതരാകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളോടുള്ള സന്ദേശം എനിക്ക് പറയാനുള്ളത് ഇതുതന്നെയാണ്: പൗരോഹിത്യ ജീവിതം എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതാണ്, യാതൊരു സംശയവുമില്ല. ആ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവണം. ഞങ്ങളെ സെമിനാരിയിൽ പഠിപ്പിച്ച മൽപ്പാനപ്പച്ചൻ എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന, അന്ന് 84 വയസ്സുള്ള കോരുത് മൽപ്പാനപ്പച്ചനാണ് ഞങ്ങളെ കുർബാന ചൊല്ലുവാനും ശുശ്രൂഷ നിർവഹിക്കുവാനും ഒക്കെ പഠിപ്പിച്ചത്. അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിയത്തില്ല, നല്ല മനോഹരമായി പാട്ട് പാടാനറിയാം. വെക്കാറ എന്ന് പറഞ്ഞാൽ സുറിയാനിയിലെ സംഗീതം മുഴുവൻ അറിയാം, എല്ലാ നിറങ്ങളും അറിയാം. അതൊക്കെ പഠിപ്പിക്കുന്നത് ഞങ്ങളെ മൽപ്പാനപ്പച്ചനായിരുന്നു. പ്രസംഗിക്കാൻ അറിയില്ല, എങ്കിലും ഏറ്റവും അവസാനം ഞങ്ങൾക്ക് ഫെയർവെൽ തരുന്ന സമയത്ത് വലിയ പ്രശസ്തരായ പ്രസംഗകരൊക്കെ പ്രസംഗിച്ചുവെങ്കിലും മൽപ്പാനപ്പച്ചൻ മാത്രം കയറി നിന്നിട്ട്, മക്കളെ, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങളിട്ടിരിക്കുന്നത് വെള്ളക്കുപ്പായമാണ്. വെള്ളക്കുപ്പായത്താൽ ചെളി പിടിച്ചാൽ പെട്ടെന്നറിയും. അത് നിങ്ങളുടെ ജീവിതത്തിലും കുപ്പായത്തിലും ചെളി പിടിക്കാൻ അനുവദിക്കാതെ നിങ്ങൾ എപ്പോഴും ജീവിതത്തിൽ വെണ്മയുള്ളവരാകണമെന്ന് പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ മുൻപോട്ട് പോകുന്നുണ്ട്. പൗരോഹിത്യ ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാണ്, പ്രയാസങ്ങൾ നിറഞ്ഞതാണ്. ആ വെല്ലുവിളികളെ നേരിടുവാനായിട്ട് മനുഷ്യൻ ഒരിക്കലും ശ്രമിക്കരുത്, ദൈവത്തിന് മുമ്പിൽ കൊടുക്കുക. ദൈവം കൂടുതൽ അതിനെ, പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ശക്തി നൽകി നമ്മളെ കരുതുമെന്നുള്ള സന്ദേശം മാത്രമാണ്. അത് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ള ചിന്തയും. ബാല്യകൗമാരങ്ങളിൽ കണ്ട പുരോഹിത വൃത്തി എന്ന സ്വപ്നത്തിലേക്ക് ദൈവികമായ നിരവധി അനുഭവങ്ങളിലൂടെ ദൈവം കരം പിടിച്ചു നടത്തിയ ഫാദർ സുനിൽ എബ്രഹാം അച്ഛൻ ഒരു ദിവസമെങ്കിലും സഹദായുടെ സാന്നിധ്യമുള്ള ചന്ദനപ്പള്ളിയുടെ അൾത്താരയിൽ നിന്ന് കുർബാന അർപ്പിക്കണം എന്ന മോഹം പ്രാർത്ഥനയാൽ സഹദയ്ക്ക് മുമ്പിൽ വെച്ച ഫാദർ സുനിൽ എബ്രഹാം അച്ഛൻ ഇന്ന് സഹദായുടെ നിത്യസാന്നിധ്യമുള്ള ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ വികാരിയായി ശുശ്രൂഷകൾ തുടരുകയാണ്. ആഗോള ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി വികാരി റവറൻ ഫാദർ സുനിൽ എബ്രഹാം അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.